ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഹൗ ടു മൂവ് കാർ ഫാസ്റ്റ് ഇൻ ഫസ്റ്റ് ഗിയർ. ഒരു വാഹനം നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ ഏറ്റവും വേഗത്തിൽ മുന്നോട്ടെടുക്കാം. നമ്മൾ പ്രധാനമായിട്ട് ഒരു ട്രാഫിക് സിഗ്നലിലൊക്കെ വാഹനവുമായിട്ട് നിൽക്കുന്ന അവസരങ്ങളിൽ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് മുന്നോട്ട് പോകാനായിട്ട് തെളിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെ വേഗത്തിൽ വാഹനം മുന്നോട്ടെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ബ്ലോക്കിലൊക്കെ പെട്ട് വാഹനം ഡ്രൈവ് ചെയ്തു പോകുന്ന അവസരങ്ങളിൽ വണ്ടി നിർത്തി മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിലും വാഹനം വളരെ വേഗത്തിൽ ക്വിക്കായിട്ട് എടുത്ത് ചിലപ്പോൾ മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിൽ വാഹനം ഡ്രൈവ് ചെയ്യുന്ന തുടക്കക്കാരുടെ ഒരു പ്രോബ്ലം, കൃത്യമായിട്ട് വളരെ വേഗത്തിൽ വാഹനം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് തുടക്കക്കാർക്കുണ്ട്. അവർ വാഹനം എടുത്തു വരുന്ന അവസരങ്ങളിൽ എപ്പോഴും പതിയാണ് വാഹനം എടുക്കാറുള്ളത്. കാരണം ക്ലച്ച് കൺട്രോളിങ്ങിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ധാരണയില്ലാത്തത് കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഏറ്റവും വേഗത്തിൽ നിങ്ങൾക്ക് വാഹനം മുന്നോട്ടെടുക്കാനായിട്ട് നിങ്ങൾ എങ്ങനെ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. എന്തായാലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ മറ്റു കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഇനി ഒരു വാഹനം നമുക്ക് ഫസ്റ്റ് ഗിയറിൽ എങ്ങനെ ഏറ്റവും വേഗത്തിൽ മുന്നോട്ടെടുക്കാമെന്നുള്ളത് നോക്കാം. നിങ്ങൾ ഇതിനു വേണ്ടി പ്രധാനമായിട്ട് ക്ലച്ചിനെ 4ആയിട്ട് തിരിക്കുക. നിങ്ങൾ ഓർത്തിരിക്കുക, ഫുൾ ക്ലച്ച്, ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോഴാണ് വണ്ടി നീങ്ങുന്നത്. വണ്ടി നീങ്ങുന്ന ആ ഒരു പോയിന്റ്, പിന്നെ ഉള്ളത് ഫുൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ എപ്പോഴും നമുക്ക് ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ, അതായത് ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോഴാണ് ഒരു വണ്ടി നീങ്ങുന്നത്. എന്നാൽ ഒരു വാഹനത്തെ നമുക്ക് വളരെ വേഗത്തിൽ മുന്നോട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു, പിന്നെ അവിടെ നിന്നുള്ള പതുക്കെ കാലയച്ച് വാഹനം മുന്നോട്ട് നീക്കിയാൽ വാഹനത്തിന് വേഗത കൂടത്തില്ല. വാഹനത്തിന് വേഗത കൂടണമെന്നുണ്ടെങ്കിൽ ഈ ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചതിന് ശേഷം പിന്നെ പതുക്കെ കാലയക്കുമ്പോൾ വാഹനം മുന്നോട്ട് നീങ്ങുന്ന ആ ഒരു അളവിലേക്ക് വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ചിട്ട് അതിനനുയോജ്യമായിട്ടുള്ള ഒരു ആക്സിലേഷനും കൂടെ മുന്നോട്ട് കൊടുത്താലേ ഒരു വാഹനം വളരെ വേഗത്തിൽ മുന്നോട്ട് നീങ്ങൂ. ഈ ഒരു പോയിന്റ്, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ആ ഒരു പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്രയധികം ആക്സിലറേറ്റർ കൊടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആക്സിലറേറ്റർ ഒരു 100% ഫുള്ള് കൊടുത്തു കഴിഞ്ഞാൽ വാഹനത്തിന് വേഗത വളരെ വേഗത്തിലുള്ള ഒരു ആക്സിലേഷനാണ് സംഭവിക്കുന്നതെങ്കിൽ, നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കുമ്പോൾ ഒരു 50% താഴെയുള്ള ഒരു ആക്സിലേഷൻ കൊടുത്താൽ മതി. അത്രയധികം ഒരു ആക്സിലറേറ്ററിൻ്റെ ആവശ്യമില്ല ഒരു വാഹനത്തെ മുന്നോട്ട് നീക്കാനെന്നും നിങ്ങൾ കൃത്യമായിട്ടും മനസ്സിലാക്കുക. ഇപ്പോൾ പോയിന്റ് ഏകദേശം പിടികിട്ടിയെന്ന് കരുതുന്നു. ഇനി ഞാൻ വണ്ടി ഒന്ന് മുന്നോട്ടെടുത്ത് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാകും. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്ത് കാണിക്കാം. ഓക്കെ, എൻ്റെ കാല് ബ്രേക്കേ വരുന്നു. ഫുൾ ക്ലച്ച് ചവിട്ടി ഞാൻ ഇതേ വാഹനം സ്റ്റാർട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത് ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനിത് ക്ലച്ചിൽ നിന്ന് കാല് പതുക്കെ അയക്കുന്നു. ഇപ്പോൾ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്നിട്ടുണ്ട്. ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്നു എന്ന് കരുതി വണ്ടി നീങ്ങുന്നില്ല. ഇനി ആ ഒരു ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ ഓൾറെഡി വാഹനം റൺ ആവും. നിങ്ങൾ നോക്കുക, ഞാൻ ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇതേ പതുക്കെ കാലയക്കുകയാണ്. ഇപ്പോൾ വാഹനം മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഇങ്ങനെ വാഹനം റൺ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്ത് ചെയ്യണം, ഒരു ആക്സിലറേറ്റർ 100% ഫുൾ ആക്സിലേഷൻ എങ്കിൽ അതിൻ്റെ പകുതി ഒരു 50% ആക്സിലറേറ്റർ നിങ്ങൾ കൊടുക്കുക. ഇതേ വാഹനം മെല്ലെ റണ്ണാകുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതേ ഒരു 50% ആക്സിലേഷൻ മുന്നോട്ട് കൊടുത്തപ്പോൾ വാഹനം ഇതേ മുന്നോട്ട് വളരെ വേഗത്തിൽ എടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വാഹനം റണ്ണായി എന്ന് കരുതി കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫുൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക. ഇനി വളരെ വേഗത്തിൽ എടുത്ത് കാണിക്കാം. ഓക്കെ, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു, വീണ്ടും ആക്സിലറേറ്റർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുത്തു. അതായത് ഹാഫ് ക്ലച്ചിൽ നിന്നുള്ള ആ ബൈറ്റിംഗ് പോയിന്റും കൂടെ കണ്ടുപിടിച്ച് വാഹനം മുന്നോട്ടെടുത്തു. ഇനി നിങ്ങൾ നോക്കുക, ഞാൻ വളരെ വേഗത്തിൽ വാഹനം മുന്നോട്ടെടുക്കുകയാണ്. ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചു, പിന്നെ പതുക്കെ കാലയച്ചു, ഒപ്പം ഒരു 50% ആക്സിലറേറ്റർ കൊടുത്തു. ഇത് വളരെ വേഗത്തിൽ ചെയ്യണം. വീണ്ടും ഒന്നുകൂടെ കാണിക്കാം. വാഹനം നിർത്തുകയാണ്. ഇവിടെ വാഹനം നിർത്തുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു, ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുന്നു, പെട്ടെന്ന് ആ ഒരു ബൈറ്റിംഗ് പോയിന്റിൽ നിന്ന് വീണ്ടും കാലയച്ച് ഹാഫ് ആക്സിലറേറ്റർ കൊടുത്തപ്പോൾ എനിക്ക് വാഹനം ക്വിക്കായിട്ട് എടുക്കാനായിട്ട് കഴിഞ്ഞു. നിങ്ങൾക്കൊരു വണ്ടി വളരെ വേഗത്തിൽ മുന്നോട്ട് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടി വാഹനം സ്റ്റാർട്ട് ചെയ്താൽ ഉടൻ തന്നെ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. പിന്നെ ആദ്യമായിട്ട് നമ്മൾ കണ്ടെത്തുന്നത് ഹാഫ് ക്ലച്ചാണ്. ഹാഫ് ക്ലച്ചിൽ എത്തിയതിന് ശേഷവും പിന്നെ നമ്മൾ പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്ന ഒരു റണ്ണിങ് പോയിന്റ് ഉണ്ട്. ഈ റണ്ണിങ് പോയിന്റിൽ എത്തിയതിന് ശേഷമായിരിക്കണം നമ്മൾ പിന്നെ ഒരു 50% ആക്സിലറേറ്റർ കൊടുക്കാനെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ ഹാഫ് ക്ലച്ചിൽ എത്തിയാൽ ഉടൻ തന്നെ ക്ലച്ച് നയിച്ചിട്ട് പെട്ടെന്ന് ആക്സിലറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി പെട്ടെന്ന് മുന്നോട്ട് ചാടി ഓഫായി പോകും. ഹാഫ് ക്ലച്ച് കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും പതുക്കെ കാലയക്കുമ്പോൾ വണ്ടി മൂവ് ആകുന്ന റണ്ണിങ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ വണ്ടി മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു 50% ആക്സിലറേറ്ററും കൂടെ മുന്നോട്ട് കൊടുത്തു കഴിയുമ്പോൾ വളരെ വേഗത്തിൽ നമുക്ക് വണ്ടി
മുന്നോട്ടെടുക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ആ ഒരു റണ്ണിങ് പോയിന്റ് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ വാഹനം ആവറേജ് നീങ്ങിയാൽ ഉടൻ തന്നെ നമുക്ക് ഫുൾ ക്ലച്ച് റിലീസ് ചെയ്ത് കാലെടുത്ത് ഫ്ലോറിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ഫസ്റ്റ് നിങ്ങൾ വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഹാഫ് ക്ലച്ച് കണ്ടുപിടിക്കുക. ഹാഫ് ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു റണ്ണിങ് പൊസിഷനും കൂടെ മനസ്സിലാക്കിയിട്ട് ഒരു 50% ആക്സിലേഷനും കൂടെ മുന്നോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്കൊരു വാഹനം മുന്നോട്ട് വളരെ വേഗത്തിൽ എടുക്കാനായിട്ട് കഴിയും. പെട്ടെന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും ജസ്റ്റ് ക്ലച്ചും ബ്രേക്കും കൂടെ ചവിട്ടിയാൽ ക്വിക്കായിട്ട് വാഹനം നിർത്താനും കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്കൊരു വാഹനം ഫസ്റ്റ് ഗിയറിൽ എങ്ങനെയാണ് ഏറ്റവും വേഗത്തിൽ മുന്നോട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഞാൻ പറഞ്ഞ പോയിന്റ്സ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഇതനുസരിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രധാനമായിട്ടും നമ്മളൊരു ട്രാഫിക് സിഗ്നലിലൊക്കെ വാഹനമായിട്ട് കിടക്കുന്ന അവസരങ്ങളിൽ നമ്മുടെ വാഹനമൊക്കെ ഏറ്റവും ഫ്രണ്ടിലാണെങ്കിൽ പെട്ടെന്ന് സിഗ്നൽ ലൈറ്റ് ഓണായിട്ട് നമുക്ക് വാഹനവുമായിട്ട് മുന്നോട്ട് പോകേണ്ട സിറ്റുവേഷനൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ക്വിക്കായിട്ട് വാഹനം മുന്നോട്ട് എടുക്കേണ്ടി വരും. അവിടെ നമ്മൾ പതുക്കെയാണ് വാഹനം എടുക്കുന്നതെങ്കിൽ പുറകിൽ മറ്റു വാഹനങ്ങൾ ഹോൺ ചെയ്യും. ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ വാഹനം വളരെ ക്വിക്കായിട്ട് നിങ്ങൾ മുന്നോട്ട് എടുക്കണം. അല്ലെങ്കിലും നമ്മൾ വാഹനം പഠിക്കുന്ന എല്ലാവരും ഡ്രൈവിങ്ങിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു മെത്തേഡ് തന്നെയാണ് ഒരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോഴുള്ള ഈ ക്ലച്ച് കൺട്രോളിങ് വളരെ വേഗത്തിൽ മുന്നോട്ട് എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, ബൈ.